മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. തിരുവനന്തപുരം നെടുമങ്ങാട് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടുപോത്തുകളുടെ സാന്നിധ്യത്തിൽ ആശങ്ക. ദിവസങ്ങളായി കരിപ്പൂർ മേഖലയിൽ കാട്ടുപോത്തുകൾ എത്തുന്നുണ്ട്. ഇതോടെ വനംവകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അരുൺ മോഹനുണ്ട്. അരുണ്, എന്താണ് വിവരങ്ങൾ? ഈ കാർഷിക മേഖലയാണല്ലോ ഇവിടെ. ഏറെ നാളുകളായി ഈ പറയുന്ന നെടുമങ്ങാടിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ജനവാസ കേന്ദ്രങ്ങളിൽ 2 കാട്ടുപോത്തിനെ, അതും അക്രമകാരികളായ കാട്ടുപോത്തിനെ കണ്ടതോടുകൂടിയാണ് വനംവകുപ്പ് കൂടുതൽ പരിശോധന നടത്തിയത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ ഈ പറയുന്ന നെടുമങ്ങാട് നഗരസഭയുടെ പരിധി കരിപ്പൂർ ഭാഗത്തൊക്കെ ഈ പറയുന്ന വിജനമായ സ്ഥലത്തൊക്കെ ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം കണ്ടത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. പോലീസിന്റെയും ഒപ്പം വനപാലകരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഇവയെ പിടികൂടാനോ അല്ലെങ്കിൽ വെടിവെക്കാനോ കഴിഞ്ഞില്ല. മയക്കുവെടി വയ്ക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു വനം വകുപ്പ്. പക്ഷെ ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വനപാലകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും അതിനുവേണ്ടിയുള്ള ഒരു തിരച്ചിൽ ശക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പറയുന്ന നമുക്കറിയാം, വളരെ അക്രമകാരികളാണ് ഈ പറയുന്ന കാട്ടുപോത്ത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വനപാലകരെ പോലും കുത്തിവീഴ്ത്തിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ വനപാലകർ ഇതിനെ തുരത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.